ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ളൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ 1 കിലോ കട്ട്ല മീനാണ് കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ട്. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി ചതച്ചത് 1.5 ടീസ്പൂൺ, വെളുത്തുള്ളി 1 ടീസ്പൂൺ, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. മുളക് പൊടിയൊക്കെ ഓരോരുത്തരും അവരവരുടെ എരിവിൻ്റെ പാകത്തിന് ഇടുക. പിന്നെ വേണ്ടത് കുറച്ച് കടുകാണ്. ഇതൊരു ടിപ്പാണ്. ഇത് നമ്മൾ മീൻ വറുക്കണേക്ക് മുമ്പ് എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുകയാണെങ്കിൽ നമ്മൾ മീൻ വറുക്കുമ്പോൾ ചട്ടിയിൽ പിടിക്കുകയൊന്നുമില്ല, നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ചട്ടിയിലൊന്നും പിടിക്കാതെ നമുക്ക് മറിച്ചിടാനും പറ്റും. പിന്നെ വേണ്ടത് കുറച്ച് വേപ്പില, പിന്നെ ആവശ്യത്തിന് എണ്ണ, വറുക്കാനുള്ള വെളിച്ചെണ്ണയാണ് നല്ലത്. ഇനി നമുക്ക് മീൻ ഒന്ന് മുളകെല്ലാം മിക്സ് ചെയ്ത് പുരട്ടി വെക്കാം. ഇപ്പോൾ മീൻ നന്നായിട്ട് അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂറെങ്കിലും ഇരുന്നതിന് ശേഷമാണ് നമ്മൾ പൊരിക്കാവുള്ളൂ. എന്നാലാണ് ആ എരിവും കുരുമുളകിൻ്റെ, വെളുത്തുള്ളിയുടെ, ഇഞ്ചിയുടെ എല്ലാം ടേസ്റ്റ് മീനിലേക്ക് ഇറങ്ങുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് വറുക്കാം. ഇത് ഏത് മീനിന് വേണമെങ്കിലും ഇങ്ങനെ തന്നെ അരപ്പ് പുരട്ടാൻ ടേസ്റ്റ് ആയിരിക്കും. മീൻ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് വറുക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിപ്പോൾ എണ്ണ ഒഴിച്ചു. അതും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിടാം. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചേക്കാണ്. ഇനി നമുക്ക് മീൻ ഓരോന്നായിട്ട് പെറുക്കി എണ്ണയിലേക്ക് എണ്ണ കയ്യിലേക്ക് പെറുക്കിയാൽ സൂക്ഷിച്ചു. ഇരുമ്പിൻ്റെ ചട്ടി ആകുമ്പോൾ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീ മതി. ആ ചൂടിൽ തന്നെ പെട്ടെന്നായിക്കോളൂ. ഇതിപ്പോൾ മീൻ ഇട്ടിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ച് നോക്കാം. കണ്ടോ, ചട്ടിയിലൊന്നും തീരെ പിടിക്കില്ല. കടുകിടാണെങ്കിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ചട്ടിയിൽ പിടിക്കും. ഒത്തിരി മുറുകി പോകാതെ എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറും. ചിലർക്ക് നന്നായിട്ട് മുറുകുന്ന ഏറ്റവും ഇഷ്ടം, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പൊരിച്ചെടുക്കാം. ഇപ്പോൾ മീൻ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി പ്ലേറ്റിലേക്ക് എടുക്കാം. ഇതിൻ്റെ അരപ്പിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാപ്പോഴും പറയും പോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.